അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിവിടെ ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തുനിന്ന് മഞ്ഞ വർഷിച്ചു എന്ന് പറയുന്ന പോലെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആകാശം ഭൂമിയും ഒരുപോലെ ആവുന്നൊരു അവസരമാണ് ഈ മഞ്ഞ് പെയ്യുന്നത്. ഞങ്ങളുടെ ബാക്ക് മുറ്റമാണ് കാണുന്നത്. ഇപ്പം നല്ല സുഖമാണ്, നല്ല സോഫ്റ്റാണിത്. കുറച്ച് കഴിയുമ്പോഴാണ് ഉറച്ചു പോണത്. പൂച്ച നടന്നു പോകണു, അതിന് മഞ്ഞൊന്നും വിഷയമല്ല കേട്ടോ. അപ്പോൾ ലൈവായിട്ടൊക്കെ മഞ്ഞ് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴും എനിക്കിഷ്ടമാണ്. 22 കൊല്ലമായി ഇവിടെ മഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുറത്തിറങ്ങാനായിട്ട് നമ്മുടെ പ്രായം സമ്മതിക്കണില്ല. ഹലോ എല്ലാവർക്കും അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ഈ മുറ്റത്തും ഞങ്ങളുടെ ചുറ്റുപാടും മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മഞ്ഞിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ പ്രായം എന്നെ തടഞ്ഞു നിർത്തുന്നില്ല. ഒരു വട്ടം കൂടി സ്നോ വാരിയെടുത്ത് സ്നോ ബോൾ ഉണ്ടാക്കുവാൻ മോഹം. ഒരു വട്ടം കൂടി മഞ്ഞു പെയ്യുന്ന മണിമുറ്റത്തോടുവാൻ മോഹം. ഒരു വട്ടം കൂടി സ്നോ ബോൾ കൊണ്ട് സ്നോമോനല്ല മോൻ്റെ കാര്യം ഓർമ്മ വന്നതാണ്. സ്നോമാൻ ഉണ്ടാക്കുവാൻ മോഹം. മക്കളൊരുമിച്ച് ഞങ്ങളിവിടെ മഞ്ഞത്ത് കളിച്ച് സ്നോബോളും സ്നോമാനും സ്നോ ബോളും കൊണ്ട് എറിയലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുട്ടികൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാര്യം മഞ്ഞ് കാണാനും അതിൽ തൊടാനും ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. ഞങ്ങളുടെ സ്ട്രീറ്റും ഞങ്ങളുടെ വീടും ഒക്കെ മഞ്ഞിലിങ്ങനെ പൊതിഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ. നമുക്ക് ആകാശവും ഭൂമിയും ഒരുപോലെ എന്ന് പറയുന്നത് ഈ സമയത്താണ്. ഞങ്ങളുടെ ഇവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങണത് ഈ താഴേക്കൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ സ്നോ ഉറഞ്ഞ് ഐസാകും. താഴെ അങ്ങ് റോട്ടിലോട്ട് അങ്ങേയറ്റം വരെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ. അങ്ങനെ റോഡ് മുഴുവൻ ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. എല്ലാ വീടിൻ്റെ മുൾഭാഗം സ്നോയാൽ മൂടപ്പെട്ട് നന്നായി കിടക്കുവാണ്. എന്താ ഭംഗിയല്ലേ. പക്ഷെ നല്ല ഭംഗിയാണ്. ഇതിനെ നമുക്ക് ആസ്വദിക്കാം, ദൂരെ നിന്ന് കാണാം. അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ തണുപ്പ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഞാൻ പറയുന്നത്, ഇപ്പോൾ ടെമ്പറേച്ചർ -2 ആണ് എൻ്റെ വാച്ചിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇപ്പം മുറ്റത്ത് കാൽപ്പാട് വരുമെന്ന് നമ്മൾ പറയില്ലേ, അത് ശരിക്കും ഇതിങ്ങനെയാണ്. സ്നോയൊക്കെ നടക്കുമ്പോൾ ഇവിടെ കാൽപ്പാട് മുറ്റത്ത് വരുന്നത്. പിന്നെ ഇതെൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ മഞ്ഞിൽ ഇപ്പോഴാണ് ശരിക്കും ക്രിസ്മസ് ട്രീ ആയത്. മഞ്ഞിലൊക്കെ ഇങ്ങനെ പൊതിച്ച് കാണാനായിട്ട് അല്ലേ. ഇത് ഞാൻ ക്രിസ്മസിനുണ്ടാക്കിയ ഒരു മാലാഖയാണ്. നൈറ്റിൽ ലൈറ്റ് തെളിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ എഴുതി വെച്ചത്. സേവ് ദ എർത്ത്, റെഡ്യൂസ് വേസ്റ്റ്, സസ്റ്റൈനബിൾ ലിവിങ്, ക്ലീൻ എർത്ത്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സേവ് എനർജി, ബൈക്ക് മോർ ഒക്കെ. ഇത് എൻ്റെ ഐസ് നിറഞ്ഞു കിടക്കുന്ന കുളമാണ്. ഈ കുളത്തിൻ്റെ അകത്ത് എൻ്റെ മീനുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ ഓടി നടന്നോളും. ഇത് ക്രിസ്മസിനുണ്ടാക്കിയ ക്രിബിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. സ്നോ ആയതുകൊണ്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ആസ്വദിക്കാനായിട്ട് മഞ്ഞുകാലത്തും നിങ്ങൾക്ക് ഇംഗ്ലണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകളിലേക്ക് നോക്കിയാൽ ഞങ്ങളുടെ മേൽക്കൂര ആകാശം മുട്ടി നിൽക്കുന്ന പോലെയല്ലേ. ഇതാണ് മഞ്ഞ് വീണ കാണാനുള്ള ഭംഗി. സൂപ്പർ. സോ നമ്മൾ വീണ്ടും ഒരിക്കൽ വേറെ ഇങ്ങനത്തെ എപ്പിസോഡുമായി വരുന്നതായിരിക്കും. മഞ്ഞുകാലത്ത് കുറേ വർഷങ്ങളായി ഞാനിവിടെ ഉണ്ടായിട്ട്. ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഇനി മഞ്ഞ് വീഴാൻ തുടങ്ങുകയാണ്. നമുക്ക് വീണ്ടും കാണാം പുതിയ അറിവുകളുമായിട്ട് കേട്ടോ.
അപ്പോൾ മഞ്ഞുകാലത്ത് നമ്മൾ ചെയ്യേണ്ട ചില പ്രിക്കോഷൻസാണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ട് വരുന്നവർക്ക് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും ഒരു മഞ്ഞുകാലമരമായി വളരെ സുന്ദരമായി നമുക്ക് ആകാശം ഭൂമി ഒരുപോലെ കാണുന്ന ഈ സാഹചര്യത്തിൽ ഞാനൊരു ചെറിയ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇടുന്നതാണ്.